US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 86 ലോകരാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫ് അഥവാ പകരച്ചുങ്കം കഴിഞ്ഞ ദിവസമാണ് നിലവിൽ വന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ വിപണി ഉറപ്പാക്കുക, ആഭ്യന്തര ഉൽപ്പാദനവും നികുതി വരുമാനവും വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. എന്നാൽ ട്രംപ് സ്വപ്നം കാണും പോലെ പകരച്ചുങ്കം അമേരിക്കയിലേക്ക് സ്വർഗരാജ്യം കൊണ്ടുവരികയല്ല ചെയ്യുക എന്ന് വാണിജ്യ, വ്യാപാര, ധനകാര്യ മേഖലയിലെ പ്രമുഖർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുങ്കം നിലവിൽ വന്ന ആദ്യ ദിനം തന്നെ കാര്യങ്ങൾ ആ ദിശയിലേക്കാണ് പോവുക എന്ന സൂചനയാണ് ലഭിച്ചത്. തിരിച്ചറിവുണ്ടായിട്ടാണോ എന്നറിയില്ല, കഴിഞ്ഞ ദിവസം തന്നെ പകരം തീരുവയിൽ 90 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ട്രംപ്. അപ്പോഴും ലോകത്തെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായ ചൈന അമേരിക്കയോട് ഇടഞ്ഞാണ് നിൽക്കുന്നത്. വലിയൊരു വിപണി നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ചൈന മുട്ടിലെഴിഞ്ഞു വരുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് പക്ഷേ ഏഷ്യൻ ഭീമന്റെ വെല്ലുവിളി ഉണ്ടാക്കുന്ന തലവേദന കുറച്ചൊന്നുമാവില്ല. ചൈന ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നാൽ പകരച്ചുങ്കം കുറയ്ക്കുന്ന കാര്യത്തിൽ ചർച്ചയാവാമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതാണ്. എന്നാൽ ചർച്ചയ്ക്ക് പോയില്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ തീരുവ ഏർപ്പെടുത്തലും നിർണായക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിരോധനവും US കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയും ട്രംപിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുകയാണ് ആദ്യ ദിനം തന്നെ ചൈന ചെയ്തത്. യുദ്ധമെങ്കിൽ അവസാനം വരെ യുദ്ധമെന്ന മട്ടിലാണ് ചൈന. ഭയപ്പെടുത്തിയും ഭീഷണി മുഴക്കിയുമുള്ള നമ്പറുകളൊന്നും ചൈനയോട് വേണ്ട എന്നാണ് അവരുടെ നിലപാട്. തീരുവ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് ചൈനയിലെ ക്യാബിനറ്റിന് തുല്യമായ സ്റ്റേറ്റ് കൗൺസിൽ പറയുന്നത്. എന്നാൽ അമേരിക്ക ആഗ്രഹിക്കുന്ന പോലെ പ്രശ്നം അവസാനിപ്പിക്കാൻ ചൈന ഒരുക്കമല്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ 34% നിന്ന് ഒറ്റയടിക്ക് 84% ഉയർത്തിയാണ് ഒരു നീക്കം. പിന്നാലെ ചൈനയും തിരിച്ചടിച്ചതോടെ അമേരിക്ക ഏർപ്പെടുത്തിയ ചൈനീസ് ഇറക്കുമതിക്കുള്ള തീരുവ എത്തി നിൽക്കുന്നത് 125%. ഈ നിരക്ക് നിലവിൽ വരുന്നതോടെ US കയറ്റുമതിയുടെ 7.5% വരുന്ന ചൈനീസ് വിപണി അമേരിക്കൻ കമ്പനികൾക്കും സംരംഭകർക്കും നഷ്ടപ്പെടും. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ കയറ്റുമതി രാഷ്ട്രം അമേരിക്കയാണെന്നതും 2023 കണക്ക് പ്രകാരം ചൈനയിൽ നിന്ന് അമേരിക്കയ്ക്ക് ലഭിച്ചത് $144 ബില്യൺ ആണെന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 17 തരം ധാതുക്കൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ചൈന നടത്തിയ മറ്റൊരു നീക്കം. ഈ ധാതുക്കൾ 90% ചൈനയിലാണ് കുഴിച്ചെടുക്കുന്നത് എന്നതും വിവിധ മേഖലകളിലുള്ള അമേരിക്കൻ കമ്പനികൾ ഏറെക്കുറെ പൂർണ്ണമായും ഇറക്കുമതി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നതും ഈ നീക്കത്തിൽ ചൈനയ്ക്ക് മേൽക്കൈ നൽകുന്നുണ്ട്. ഗ്രീൻലാൻഡ്, യുക്രൈൻ ഉൾപ്പെടെയുള്ളയിടത്തെ ധാതുക്കളിലെ ട്രംപിന്റെ കണ്ണ് ഈയൊരു മേൽക്കൈ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ്. ഇതിനു പുറമെ മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന ഫെന്റലിനും കാർഷിക വ്യവസായ രംഗങ്ങളിൽ പ്രധാനമാകുന്ന മറ്റു രാസവസ്തുക്കളും അമേരിക്കയിലെത്തുന്നത് നിയന്ത്രിക്കാൻ ചൈന നടപടി തുടങ്ങിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലെത്തിച്ച സംസ്ഥാനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന 12 അമേരിക്കൻ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയതാണ് ചൈനയുടെ മറ്റൊരു സുപ്രധാന നീക്കം. തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് തായ്വാനുമായി ഈ കമ്പനികൾ ആയുധ വ്യാപാരത്തിൽ ഏർപ്പെട്ടു എന്നതാണ് ഇതിന് കാരണമായി പറയുന്നതെങ്കിലും ട്രംപിന്റെ നയത്തോടുള്ള പ്രതികരണമായാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. സമവായത്തിന് പകരം ശക്തമായ ഭാഷയിലാണ് ചൈനയിലെ ഭരണകൂടം ട്രംപിന്റെ ചുങ്ക നയത്തോട് പ്രതികരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്ന നീക്കവുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വന്തം താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ ശക്തമായ നടപടികളുമായി തങ്ങളും മുന്നോട്ട് പോകുമെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. വ്യാപാര വാണിജ്യ നിയന്ത്രണങ്ങൾ തുടരാനാണ് അമേരിക്കയുടെ തീരുമാനമെങ്കിൽ അവസാനം വരെ പോരാടുമെന്നും വ്യാപാര യുദ്ധത്തിൽ ആരും ജയിക്കുമെന്ന് കരുതേണ്ടെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് പകരം ചുങ്കം കാരണം അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 125% തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ ഒറ്റബുദ്ധിയിൽ പിറന്ന തീരുമാനം വൻകിടക്കാർ മുതൽ ചെറുകിട സംരംഭകരെ വരെ പ്രതിസന്ധിയിലാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ ടെക് ഭീമന്മാരെയും ജനറൽ മോട്ടോഴ്സ്, ഫോർഡ്, ടെസ്ല തുടങ്ങിയ വാഹന നിർമ്മാതാക്കളെയും വാൾമാർട്ട്, നൈക്കി പോലുള്ള റീറ്റെയിൽ വമ്പന്മാരെയും കൊക്കക്കോള, പെപ്സി, മക്ഡൊണാൾഡ്സ് തുടങ്ങിയ ഭക്ഷണ കമ്പനികളെയുമെല്ലാം ഇത് സാരമായി ബാധിക്കും. ഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും എല്ലാം വില കുത്തനെ ഉയരും. ചൈനയ്ക്കെതിരായ നടപടി തങ്ങളുടെ സംരംഭങ്ങളെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് വ്യക്തമാക്കി അമേരിക്കയിലെ നിരവധി ചെറുകിട സംരംഭകർ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന പല വസ്തുക്കളും അമേരിക്കയിൽ നിർമ്മിക്കുന്നതല്ല എന്നും അവ ലഭ്യമാകാതിരിക്കുന്നത് പല ചെറുകിട സംരംഭങ്ങളുടെയും അടിവേരറക്കുമെന്നും അവർ വേവലാതിപ്പെടുന്നു. ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫിന്റെ ഗുണദോഷങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ലെങ്കിലും അതിന്റെ തുടക്കം ഒട്ടും ശുഭകരമല്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്.